ഓരോ ദിവസവും CPM-ൽ പുതിയ പുതിയ പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുകയാണ്. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നതായും തെറ്റുതിരുത്തി മുന്നേറണമെന്നുമുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമൊക്കെ വെറുമൊരു പുകമറ മാത്രം. പാർട്ടി ഇനി രക്ഷപ്പെടുത്താനാവാത്ത വിധം മലീമസമായി കഴിഞ്ഞു എന്നാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വെളിപ്പെടുത്തുന്നത്. SFI-ക്കാരുടെ അഴിഞ്ഞാട്ടവും CITU-ക്കാരുടെ നോക്കുകൂലി കിട്ടാനുള്ള പരാക്രമങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കാപ്പ ചുമത്തിയ കൊടും ക്രിമിനലിനെ മന്ത്രി അടക്കമുള്ളവർ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ച. ഇപ്പോഴിതാ പുതിയൊരാരോപണം. കോഴിക്കോട്ടുകാരനായ CPM-ന്റെ യുവ നേതാവിനെതിരെയാണ് 22 ലക്ഷം രൂപയുടെ കോഴ ആരോപണം ഉയർന്നിരിക്കുന്നത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്താണ് ഇയാൾ കോഴ വാങ്ങിയത് എന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളുമായ ഒരു വ്യക്തിയിൽ നിന്നും പണം കൈപ്പറ്റി മന്ത്രി മുഹമ്മദ് റിയാസ് വഴി കാര്യം നടത്താമെന്ന ഉറപ്പിൽ 60 ലക്ഷം രൂപയ്ക്കാണ് പദവി ഉറപ്പിച്ചതത്രേ. ആദ്യ ഗഡുവായി 22 ലക്ഷം രൂപ യുവ നേതാവിന് നൽകി എന്ന് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഇദ്ദേഹം പറയുന്നു. എന്നാൽ CPM PSC അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ ഈ വ്യക്തിയുടെ പേര് ഉൾപ്പെട്ടില്ല. അതോടെ ആയുഷ് വകുപ്പിൽ ഇയാൾക്ക് സ്ഥാനം വാഗ്ദാനം ചെയ്ത് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് നിർത്തുകയായിരുന്നു. എന്നാൽ അതും നടന്നില്ല. ഇതോടെയാണ് കോഴ കൊടുത്തയാൾ ഒടുവിൽ പാർട്ടിയിൽ പരാതിപ്പെട്ടത്. ഡീൽ ഉറപ്പിക്കുന്ന ശബ്ദ സന്ദേശവും പരാതിക്കൊപ്പം കൈമാറിയതായാണ് സൂചന. പരാതിയിൽ CPM സംസ്ഥാന നേതൃത്വം പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്തില്ല. പകരം വിവരം പാർട്ടി സംസ്ഥാന നേതൃത്വം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിരിക്കുകയാണ്. CPM ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന യുവ നേതാവിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മറ്റു നേതാക്കളുടെ പിന്തുണയുണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് മന്ത്രി PA മുഹമ്മദ് റിയാസും ഉള്ളത്. പണം നൽകിയ വ്യക്തിക്ക് CPM-മായി അടുപ്പമുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത. പരാതി പോലീസിന് നൽകിയിട്ടില്ല ഇതുവരെ. സംഭവം പോലീസിലേക്ക് പോകാതെ പരിഹരിക്കാനാണ് പാർട്ടി നേതൃത്വവും ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.